പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോ എപ്പിസോഡിൻ്റെ വ്യൂവർഷിപ്പ് എങ്ങനെയാണ്, നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ആദ്യ റോ എപ്പിസോഡ് എത്ര ആളുകൾ കണ്ടു, ഈ ഒരു കൗതുകകരമായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരം പല കൂട്ടുകാരും കുറച്ച് മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് നെറ്റ്ഫ്ലിക്സ് തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. US നെറ്റ്വർക്കിൽ അമേരിക്കയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് 1.2 മില്യൺ അങ്ങനെയുള്ളൊരു ഏവറേജ് തലത്തിലാണ് നിൽക്കാറുള്ളത് എന്നുണ്ടെങ്കിൽ അത് 2.6 മില്യണിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യൂവർഷിപ്പിനെ സംബന്ധിച്ച് പങ്കുവെക്കുകയാണെങ്കിൽ 4.6 മില്യണിൽ അധികം ആളുകൾ ഈ പ്രീമിയർ ചെയ്യപ്പെട്ട ആദ്യ റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സിലൂടെ കണ്ടിട്ടുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. 4.6 മില്യൺ വ്യൂവർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് വമ്പൻ കുതിച്ചുകയറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പെർസെൻറ്റേജ് കണക്കിൽ നോക്കുകയാണെങ്കിൽ 115% അതൊക്കെ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഡെമോ റേറ്റിങ്ങിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പുറത്തേക്ക് കൂട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ളൊരു അപ്ഡേറ്റ് ഇങ്ങനെയാണ്. കൂടാതെ സ്റ്റെഫനി മിക്മാനും മറ്റ് ഒഫീഷ്യൽസും WWE ഭാഗത്ത് നിന്ന് പുറത്തേക്ക് കൊടുക്കുന്ന അപ്ഡേറ്റിൽ അവർ പങ്കുവെക്കുന്നത് സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2 മറികടന്നുകൊണ്ട് USA അതായത് അമേരിക്കയിൽ ഈ WWE റോ എപ്പിസോഡ് നമ്പർ 1 പൊസിഷൻ നെറ്റ്ഫ്ലിക്സിൽ സ്വന്തമാക്കി എന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഒരു ദിവസം കണ്ടത് റോ എപ്പിസോഡ് ആണെന്നാണ് സ്റ്റെഫനി മിക്മാൻ അടക്കം പറയുന്ന ഒരു പോയിന്റ്. അപ്പോൾ ആ പ്രീമിയർ ചെയ്യപ്പെട്ട എപ്പിസോഡ് അത് വമ്പൻ ഹൈപ്പ് സൃഷ്ടിച്ചിട്ടാണ് വന്നത്. ഹൈപ്പിനൊത്തിട്ടുള്ള ഒരു വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് NXTയുടെ വീക്ക്ലി എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. 9,57,000 അധികം വ്യൂവർഷിപ്പ് ഈ ആഴ്ചത്തെ ന്യൂ ഇയേഴ്സ് ഈവൾ എന്ന NXT വീക്ക്ലി എപ്പിസോഡിന് ഉണ്ടായിരുന്നു. അതായത് 2019 സെപ്റ്റംബർ മാസത്തിലെ വ്യൂവർഷിപ്പിൻ്റെ അടുത്തേക്ക് എത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വമ്പൻ കുതിച്ചുകയറ്റം NXTക്ക് ഉണ്ടാകാനുള്ള കാരണം ദ റോക്കിൻ്റെ അപ്പിയറൻസ് അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ വമ്പൻ കുതിച്ചുകയറ്റം ന്യൂ ഇയർ ദിവസത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന, അതായത് പുതുവർഷത്തിൽ നടന്നിരിക്കുന്ന റോ നെറ്റ്ഫ്ലിക്സിലേക്ക് മാറിയതും NXTയുടെ പുതിയ എപ്പിസോഡിനും റേറ്റിംഗ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിൽ നല്ലൊരു കാഴ്ചക്കാരെ തുടക്കത്തിലെ 2025 ഉണ്ടാക്കിയെടുക്കാൻ WWE സാധിച്ചിരിക്കുന്നു. ഇനി തുടർന്നും ഇത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സ്റ്റോറിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്, നല്ല സർപ്രൈസ് എലമെൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അത് വരുന്ന ആഴ്ചകളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് റേറ്റിംഗ്സിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.